നിങ്ങളുടെ കസ്റ്റമേഴ്സിന് എങ്ങനെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അഥവാ ബൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാമെന്ന് നോക്കാം. ഇനിഷ്യലി നിങ്ങൾ ചെയ്യേണ്ടത് ഫോൺ ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഫോൺ ബുക്ക് എന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാനാണ്. ഇവിടെ ഞാൻ ടെസ്റ്റ് എന്നൊരു ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്യുന്നു. ശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്ലസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ പേര് ഡീറ്റെയിൽസും ആഡ് ചെയ്യാം. ഇവിടെ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് അപ്ലോഡ് ബൈ പേസ്റ്റിംഗ്, അതുപോലെ തന്നെ അപ്ലോഡ് ബൈ CSV. അപ്ലോഡ് ബൈ പേസ്റ്റിംഗ് എന്ന് പറയുന്നത് നോർമലായി നിങ്ങളുടെ പേരും കാര്യങ്ങളും ടൈപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. വേരിയബിൾ 1, 2, 3 എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കസ്റ്റമറിന് സെലക്റ്റീവായി നിങ്ങൾക്ക് എക്സ്ട്രാ കീവേഡ്സ് ഉണ്ട്, എക്സ്ട്രാ അവർക്ക് മാത്രമുള്ള കമ്പനി നെയിം അതുപോലുള്ള കാര്യങ്ങൾക്കാണ് വേരിയബിൾ 1, 2, 3 എന്ന് പറയുന്നത്. ഞാനിവിടെ വേരിയബിൾ 1 മാത്രമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ബൾക്കായിട്ടാണ് ഫോൺ നമ്പർ ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ബൈ CSV എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് സാമ്പിൾ CSV എന്ന ഫോർമാറ്റ് ഉണ്ട്. ഈ ഒരു സാമ്പിൾ CSV ഫോർമാറ്റിലൂടെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ മൊബൈൽ നമ്പർ ബൾക്കായിട്ടും ആഡ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്ത് മെറ്റയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ബൾക്കായി ആളുകളുടെ നമ്പേഴ്സ് ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്ന ഓപ്ഷനും ഉണ്ട്. ബൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുവാനായി ബ്രോഡ്കാസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് ബൾക്ക് വാട്സപ്പ് മെസ്സേജ് സെൻഡ് ചെയ്യുവാനായി നമ്മൾ ഫേസ്ബുക്ക് മെറ്റയുടെ സൈഡിൽ നിന്നും ഇനിഷ്യലി ഒരു ടെംപ്ലേറ്റ് അപ്രൂവൽ എടുക്കണം. അത് മെറ്റ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസിലി എടുക്കുന്നതാണ്. അതിന് ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മാനേജ് മെറ്റ ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആഡ് ന്യൂ ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ടെംപ്ലേറ്റ് നെയിമും മാർക്കറ്റിംഗ് ഒരു ടെക്സ്റ്റ് ചൂസ് ചെയ്യുക. ദെൻ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലാംഗ്വേജ് ചൂസ് ചെയ്യുക. ഞാനിവിടെ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യുന്നത്. ഇമേജ്, വീഡിയോ, ഡോക്യുമെൻറ്റ് എന്നിങ്ങനെ വ്യത്യസ്തമായ ഫയൽ ഫോർമാറ്റുകൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിലേക്ക് ബൾക്കായി അയക്കാൻ സാധിക്കും. ഞാനിവിടെ ഇമേജ് ആണ് ചൂസ് ചെയ്യുന്നത്. ദെൻ ബോഡി എന്നുള്ള സെക്ഷൻ എന്താണ് നിങ്ങൾ കസ്റ്റമേഴ്സ് അയക്കേണ്ട കണ്ടൻറ്റ് അതിവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ഒരു സാമ്പിൾ കണ്ടൻറ്റാണ് ടൈപ്പ് ചെയ്തത്. നിങ്ങൾക്ക് ഇങ്ങനെ ഏത് തരത്തിലുള്ള കണ്ടൻറ്റ് വേണമെങ്കിലും ഫേസ്ബുക്ക് മെറ്റയിൽ നിന്ന് ടെംപ്ലേറ്റ് അപ്രൂവൽ എടുക്കാം. ഇവിടെ 1 അല്ലെങ്കിൽ 2 എന്നിങ്ങനെയുള്ള വേരിയബിൾസ് യൂസ് ചെയ്തിരിക്കുന്നത് ഡൈനാമിക് വേരിയബിൾ ആണ്. അതായത് അവിടെ വരുന്ന കണ്ടന്റ് ഡൈനാമിക് ആയിരിക്കും. ഓരോ കസ്റ്റമേഴ്സിനും മാറി മാറിയായിരിക്കും വരുന്നത്. ഫേസ്ബുക്ക് നമുക്ക് തരുന്ന പ്രൊവിഷൻ 2 ബട്ടൺസ് ആഡ് ചെയ്യാനാണ്. ഇവിടെ കാളേഴ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്നിങ്ങനെ 2 രീതിയിൽ ബട്ടൺസ് ആഡ് ചെയ്യും. ഫേസ്ബുക്ക് നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടി ചോദിക്കുന്ന സാമ്പിൾ കണ്ടന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അത് അത്രയും കൊടുത്ത് ബേസിക്കലി നിങ്ങൾക്ക് എങ്ങനെ വേണം നിങ്ങളുടെ ടെംപ്ലേറ്റ് എന്നുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്ത് സെൻഡ് ടു മെറ്റ ഫോർ റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മെറ്റ യൂസ് ചെയ്ത് നിങ്ങളുടെ മെറ്റ ടെംപ്ലേറ്റുകളുടെ സ്റ്റാറ്റസ് ഇവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ ഇത് റിവ്യൂവിലാണ്. ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാമ്പിൾ ടെംപ്ലേറ്റ് ഇപ്പോൾ വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റമേഴ്സിന് ബൾക്കായിട്ട് മെസ്സേജ് അയക്കാം. അതിനായി ബ്രോഡ്കാസ്റ്റ് എന്നുള്ള സെക്ഷൻ എടുത്ത് സെൻഡ് ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആഡ് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബ്രോഡ്കാസ്റ്റ് ടൈറ്റിൽ അത് നമുക്ക് മനസ്സിലാവാനുള്ള ടൈറ്റിലാണ്. ഞാനിവിടെ സാമ്പിൾ ടെസ്റ്റ് എന്ന് ആഡ് ചെയ്യുന്നു. ദെൻ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് സാമ്പിളായിട്ട് ചൂസ് ചെയ്യുന്നു. നമ്മൾ റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്ത സാമ്പിൾ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ടെംപ്ലേറ്റിൻ്റെ രൂപം. നമ്മൾ ബൾക്കായിട്ടാണ് ആളുകൾക്ക് മെസ്സേജ് അയക്കുന്നത്. സോ അതിന് 2 കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. സോ ഞാനിവിടെ ഓൾറെഡി നമ്മുടെ ഫോൺ ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നെയിം ഉണ്ട്. അതുപോലെ തന്നെ VAR 1 എന്നുള്ളടത്ത് മെറ്റ കമ്പനി നെയിം ഉണ്ട്. സോ എനിക്കിവിടെ ഈസിലി കണ്ടൻറ്റ് ഫോർ 1 എന്നുള്ളടത്ത് നെയിം യൂസ് ചെയ്ത് ഇനി എല്ലാവർക്കും ഗ്രൂപ്പായിട്ട് സെയിം മെസ്സേജ് തന്നെയാണ് പോകുന്നതെങ്കിൽ ഇവിടെ ആ ഒരു കണ്ടൻറ്റ് ഉൾപ്പെടുത്തുക. ഇല്ല എല്ലാവർക്കും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് ഉൾപ്പെടുത്തുക. സോ VAR 1 ഈ നെയിം അഥവാ VAR 1 എന്നുള്ളത് രണ്ടും നമ്മുടെ ഫോൺ ബുക്കിലുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. ദെൻ സെലക്ട് ഫോൺ ബുക്ക് എന്നുള്ളത് ഏത് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നുള്ളത് ചൂസ് ചെയ്യുക. ദെൻ ആഡ് ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷെഡ്യൂൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് ഈ ഒരു പർട്ടിക്കുലർ മെസ്സേജ് പോകുന്നതാണ്. സോ ഞാനിവിടെ ഇത് ടേൺ ഓഫ് ചെയ്യുന്നു. ആഡ് ബ്രോഡ്കാസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് കറൻ്റ്ലി നമ്മളുടെ സ്റ്റാറ്റസ് നമ്മൾ ബൾക്ക് വാട്സപ്പ് മെസ്സേജ് ക്യൂവിലാണ്. സോ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടോട്ടൽ മെസ്സേജിൻ്റെ സ്റ്റാറ്റസ് കാണാം. ഈ ഒരു ഡീറ്റെയിൽ വ്യൂയിലൂടെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അയച്ചിരിക്കുന്ന മെസ്സേജുകളുടെ സ്റ്റാറ്റസ് കാണാവുന്നതാണ്. ഇവിടെ എക്സ്പോർട്ട് ചെയ്യാനും ഇറേഴ്സ് നോക്കാനും സ്റ്റാറ്റസ് അറിയാനും സാധിക്കുന്നതാണ്. നിങ്ങളിവിടെ കാണുന്ന ഈ മെസ്സേജ് എന്ന് പറയുന്നത് മെറ്റ ബൾക്ക് വാട്സപ്പ് മെസ്സേജ് വഴി വന്നതാണ്. ഇവിടെ ഹായ് ഷംഷാദ്, അതുപോലെ ഹൗ യൂസ് യുവർ മെറ്റ കമ്പനി എന്നുള്ളത് രണ്ടും കസ്റ്റമാണ്. നമ്മൾ എന്താണോ ഫോൺ ബുക്കിൽ ആഡ് ചെയ്തത് അതാണ് വന്നത്.